എല്ലാവർക്കും ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള PSC നമുക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്ന വിജ്ഞാപനങ്ങളെ കുറിച്ചാണ്. നമ്മൾ എങ്ങനെയൊക്കെ ഈ പരീക്ഷകളെ നോക്കിക്കാണണമെന്നും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നും ഉള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ നോട്ടിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കേരള PSC പുറപ്പെടുവിപ്പിച്ച ഫയർമാൻ അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയെ പറ്റിയുള്ള വിവരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കും. ആ പ്രൊഫൈലിൽ ചെന്നിട്ട് സ്റ്റേറ്റ് വൈഡ് ആണ് അല്ലെ, ഫയർമാൻ എപ്പോഴും എന്താണ് സ്റ്റേറ്റ് വൈഡ്, സംസ്ഥാന തലത്തിൽ വിളിക്കുന്ന ഒരു വിജ്ഞാപനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ നോക്കുക, 471/2024 എന്നുള്ള കാറ്റഗറി നമ്പർ പ്രകാരമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫയർമാൻ വിളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം എന്ന് വരെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ അപേക്ഷിക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വകുപ്പ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്നാണ് തസ്തികയുടെ പേര്. ശമ്പളം നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന ശമ്പളം എത്രയാണ്? 27,900 മുതൽ 63,700 വരെയാണ് നമ്മുടെ ശമ്പളം എന്ന് പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം നോക്കിയേ, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും അല്ലെ, ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് അത് എല്ലാ വർഷവും നമ്മുടെ PSC ഫയർമാന്റെ വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കുമ്പോൾ പ്രതീക്ഷിത ഒഴിവുകൾ, ആന്റിസിപ്പേറ്ററി വേക്കൻസി എന്നുള്ള രീതിയിലാണ് നൽകുന്നത്. അപ്പോൾ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് നമുക്കറിയാം ഫിസിക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യും, വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. ആ ഒരു വേക്കൻസിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്തായാലും വേക്കൻസി ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ നിയമന നിലയൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നിയമനം നടന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഈ വിജ്ഞാപനം തയ്യാറെടുക്കുന്ന ലിസ്റ്റിന്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 1 വർഷത്തേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ ലിസ്റ്റ് എല്ലാ കാലവും എത്ര നാളത്തേക്കാണ് ഇടുന്നത്? 1 വർഷത്തേക്കാണ്. 1 വർഷത്തെ ലിസ്റ്റാണ്. അതായത് പരീക്ഷ കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു, ലിസ്റ്റ് നിലവിൽ വരുന്ന ഡേറ്റ് മുതൽ അടുത്ത 1 വർഷം വരെ ഈ ലിസ്റ്റ് നിലവിൽ ഉണ്ടായിരിക്കും. ആ 1 വർഷത്തിനുള്ളിൽ ഇതിനകത്തിൽ നിന്നും എന്ത് നടത്തും? റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആൾക്കാരെ കൊണ്ട് നിയമനം നടത്തും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്തുണ്ട്, ഈ പരീക്ഷ നോക്കിയിരിപ്പുണ്ട് അല്ലെ, ഈ പരീക്ഷയിലൂടെ എഴുതി ഒരു ജോലിയിൽ എത്തണം. അപ്പോൾ ഇതിന് 2-3 കടമ്പകളുണ്ട്. ആ കടമ്പകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയോണേ, ഇതിന്റെ നിയമന രീതി നേരിട്ടുള്ള നിയമന രീതിയാണ്. ഓക്കെ, ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം? ഓക്കെ, അതിന്റെ ആദ്യത്തെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. നോക്കിയേ, 18-26 എന്നാണ്. 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ഫയർമാൻ അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ, ജനറൽ കാറ്റഗറിക്കാണ് ഈ പറയുന്നത്. അപ്പോൾ മറ്റുള്ള കാറ്റഗറിക്ക് എന്തുണ്ടായിരിക്കും എന്ന് പറയുന്നു. നോക്കിയേ, ഇവിടെ പറയുന്നുണ്ട് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക്, SC/ST കാറ്റഗറിക്കാർക്ക് 5 വയസ്സിന് ഇളവും, OBC-കാർക്ക് എത്ര വയസ്സുമുണ്ട്? 3 വയസ്സിന് ഇളവും ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 26 നിന്ന് 5 കൂട്ടുക. ആ 5 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് അറിയാം എത്ര വയസ്സ് വരെയാണെന്ന്. അതേപോലെ 3 കൂട്ടുമ്പോൾ എത്രയാണ്? അത്രയുള്ള ആൾക്കാർക്ക്, പ്രായമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് എന്ന കാര്യം ഓർത്തോണം. അപ്പോൾ 18-26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിരിക്കണം, ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു സ്റ്റുഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവന് ഈ ഒരു പ്രായത്തിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റും, എഴുതാൻ പറ്റും, ജോലി മേടിക്കാനും കഴിയുന്ന ഒരു വിജ്ഞാപനമാണ് ഫയർഫോഴ്സിലെ ഫയർമാൻ എന്ന് പറയുന്ന ഈ തസ്തിക എന്ന് ഓർത്തിരുന്നോണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഈ കാര്യം എത്തിക്കാൻ മറക്കരുത്. ഓർത്തോണം ആ ഒരു കാര്യം. നോക്കിയേ, ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം പറഞ്ഞായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾക്കും ഇത് എഴുതാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ +2 ആണ് ഇതിന്റെ യോഗ്യത. എന്താണ്? +2 കഴിഞ്ഞ് ഏതൊരു സ്ട്രീമിൽ +2 പഠിച്ച ഒരാൾക്കും, +2 കയ്യിലുണ്ടെങ്കിൽ VHSC ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, എന്തായാലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ് ഉള്ള ഒരാൾക്ക്, +2 കഴിഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ നൽകാൻ കഴിയുന്നതാണ് എന്നുള്ളത് നോക്കിക്കോണം. പിന്നെ ഫയർമാൻ അപേക്ഷിക്കുന്ന സമയത്ത് എന്താണ്, ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ശാരീരിക ക്ഷമതകളെ പറ്റി പറയുന്നുണ്ട് അല്ലെ, ശാരീരിക യോഗ്യതകളെ പറ്റി പറയുന്നുണ്ട്.
എല്ലാ PSCയുടെയും ഈ ഫോഴ്സിലേക്ക് വരുന്നത് യൂണിഫോം തസ്തികയിലേക്കുള്ളതിന്റെ ഉയരം, അതേപോലെ ചെസ്റ്റ്, ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നോക്കിയേ ഉയരം പറയുന്നത് നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചോണം. ഉയരം 165 സെന്റിമീറ്റർ ആണ്. അതായത് ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാൾക്ക് എത്ര ഉയരം ഉണ്ടായിരിക്കണം? 165 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. മറ്റുള്ള കാറ്റഗറി, മറ്റുള്ളതെന്ന് പറഞ്ഞാൽ SC ST കാറ്റഗറിക്ക് അത് എത്ര മതി? 160 മതി. SC ST കാറ്റഗറിക്ക് 160. തൂക്കം അത് നമ്മൾ നോക്കണ്ട, എല്ലാവർക്കും തൂക്കത്തിന്റെ കാര്യം അറിയാവുന്നതാണ്. നെഞ്ചളവ്, ചെസ്റ്റിന്റെ കാര്യം നോക്കിയേ, 81 സെന്റിമീറ്റർ ആണ് ജനറൽ കാറ്റഗറിക്ക്. അതിന് എത്ര എക്സ്പാൻഷൻ വേണം? 81 + 5. അത് ചെസ്റ്റ് എക്സ്പാൻഷൻ 5 ആണ് ജനറൽ കാറ്റഗറിക്ക്. അപ്പോൾ SC ST കാറ്റഗറിക്ക് 76 സെന്റിമീറ്റർ ചെസ്റ്റും എക്സ്പാൻഷൻ എത്രയാണ്? എക്സ്പാൻഷന് യാതൊരു ഇളവുമില്ല, അത് എത്ര തന്നെ വേണം? 5 എക്സ്പാൻഷനും ഉള്ള ആൾക്ക് ഇതിന്റെ ശാരീരിക യോഗ്യതയായിട്ട് പറയുന്ന കാര്യം അത് ഓർത്തോണം. ഇനി നോക്കിയേ, ഈ പരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, ഇതങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. എന്തുണ്ടായിരിക്കണം? നീന്തൽ അറിഞ്ഞിരിക്കണം. ഫയർമാൻ പോസ്റ്റിലേക്ക് പരീക്ഷ എഴുതുന്ന ഏതൊരാൾക്കും എന്തറിഞ്ഞിരിക്കണം? നീന്തൽ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പരീക്ഷ എഴുതി, OMR ടെസ്റ്റ് ഒക്കെ എഴുതി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് എന്താണ്? നീന്തലാണ്, അല്ലെ? നീന്തലാണ്. ആ നീന്തലിന്റെ എന്ത് പറയുന്നു നോക്കിയേ, 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ നീന്തി നമ്മൾ പൂർത്തീകരിക്കണം. അപ്പൊ നമ്മൾ സാധാ ഫിസിക്കലൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെ ഇവിടെയും പറയുന്നുണ്ട് 50 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ നീന്തി കഴിയണം. കൂടാതെ ഇനി അടുത്തത് കാര്യം നോക്കിയോണേ, നീന്തൽ കുളത്തിൽ ആഴം കൂടിയ ഭാഗത്ത്, നമുക്ക് ആ നീന്തം തരുന്ന കുളത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? 2 മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങി കിടക്കണം. നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം, എല്ലാവർക്കും അറിയാമല്ലോ. ഫ്ലോട്ട് ചെയ്ത് 2 മിനിറ്റ് കിടക്കണം. ആ പാസ്സാവുന്ന ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ഫിസിക്കലിലേക്ക് ക്ഷണിക്കുന്നത് എന്നത് കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് പിന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, കണ്ണിന്റെ കാഴ്ചയുടെ കാര്യം. അപ്പം കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരെ ഒന്നും ഇവിടേക്ക് എടുക്കത്തില്ല എന്ന കാര്യം ഓർത്തണം. അഥവാ എഴുതിയെങ്കിൽ തന്നെ നമ്മളുടെ ലിസ്റ്റിലൊക്കെ വന്ന് നിങ്ങൾ മെഡിക്കലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യുന്ന കാര്യം ഓർത്തോണം. ഇനി നമ്മൾ പറഞ്ഞു നീന്തൽ കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? നീന്തൽ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ വിളിക്കും ശാരീരിക ക്ഷമത, ഫിസിക്കലിലേക്ക് വിളിക്കും. ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം, ഒരു ഓർഡറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ആദ്യം 100 മീറ്റർ ഓട്ടമാണ്. എത്ര സെക്കൻഡിൽ? 14 സെക്കൻഡിൽ 100 മീറ്റർ. അത് ആകെ എത്ര ഐറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 8 ഐറ്റം ഉണ്ട്. എത്ര ഐറ്റം പാസ്സാവണം? 5 ഐറ്റം പാസ്സായാൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടത്തുള്ളൂ. ആ ഒരു കാര്യം ഓർത്തോണം. അപ്പോൾ ആദ്യം 100 മീറ്റർ ആണ്. 100 മീറ്റർ എത്ര സെക്കൻഡ് ആണ്? 14 സെക്കൻഡ്. 14 സെക്കൻഡ് എന്ന് പറയുന്നത് 14ാമത്തെ സെക്കൻഡിൽ അവിടെ ബിസിലടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കി, ഹൈ ജമ്പ് ആണ്. ഹൈ ജമ്പ് 132.20 ആണ് ഇതിന്റെ ഉയരം. അതായത് ഒരാളുടെ ചെസ്റ്റിന്, ഇപ്പൊ എന്റെയൊക്കെ ഈ ചെസ്റ്റിന്റെ ഈ ഭാഗത്തോളം വരും ഉയരം. ആ ഉയരം നമ്മൾ എന്ത് ചെയ്യണം? ഹൈ ജമ്പ് ചാടണം. അടുത്തത് 3ാമത്തെ ഐറ്റം ആണ് ലോങ് ജമ്പ്. 457.20 സെന്റിമീറ്റർ ആണ്. ഇച്ചിരി ദൂരമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹൈ ജമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഷോർട്ട് പുട്ട്. എത്ര കിലോ ഉള്ള? 609.60 സെന്റിമീറ്റർ. അപ്പോൾ അത് ഇത്ര കിലോ ഉള്ള ഒരു ഷോർട്ട് പുട്ടാണ്. നമുക്ക് എല്ലാവർക്കും പാസ്സാകാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഈ ഷോർട്ട് പുട്ട് എന്നുള്ള കാര്യം ഓർത്തോണം. അടുത്ത ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. അത് 60 സെന്റിമീറ്റർ 60 മീറ്റർ ആണ്. 60 മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രിക്കറ്റ് ബോൾ എറിഞ്ഞു കളയേണ്ടത്. സ്റ്റിച്ച് ബോൾ ആണ് തരുന്നത്, അത് നമ്മൾ എറിഞ്ഞു കളയുക. അടുത്ത റോപ്പ് ക്ലൈംബിംഗ് ആണ്. എല്ലാവർക്കും അറിയാം, കയറാണ്. കയറ് 365.80 സെന്റിമീറ്റർ കയറുക എന്നതാണ്. മുകളിൽ ഒരു കയറിന്റെ മുകളിൽ ഒരു റിബൺ കിട്ടിയിട്ടുണ്ടായിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ കൈയെത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വിസിലടിക്കും. അങ്ങനെ റോപ്പും നമ്മൾ പാസ്സാവും. പിന്നെ ചിന്നിങ്, നമ്മളെല്ലാം എടുക്കുന്ന ചിന്നിങ്, അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് എത്ര എണ്ണം എടുക്കണം? അത് 8 ചിന്നിങ് അല്ലെ? ചിന്നിങ് കൊണ്ട് പുള്ളപ്പുണ്ട്. 2 എണ്ണം എടുക്കാം, ഇങ്ങനെ വെച്ച് കൊടുക്കാം, ഇങ്ങനെ വെച്ച് കൊടുക്കാം. പക്ഷെ അത് 8 എണ്ണം മതി. 8 എണ്ണം എടുത്തു കഴിഞ്ഞാൽ പാസ്സാണ്. ഇനി ഏറ്റവും അവസാനം ആരും ആ ഒരു കടമ്പയിലേക്ക് എത്തത്തില്ല, അവർ ശ്രമിക്കത്തില്ല. ഇതിനു വേണ്ടി ഈ ഒരു ജോലി വേണമെന്നുള്ള ആൾക്കാർ അവസാനം ഈ നിമിഷം വരെ എത്താറില്ല. എത്രയാണ്? 1500 മീറ്റർ ഓട്ടമാണ്. എത്ര മിനിറ്റ് കൊണ്ട്? 5 മിനിറ്റ് കൊണ്ടാണ് ഈ 1500 മീറ്റർ ഓടി പാസ്സാവേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രധാന എക്സാമിന്റെ, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഈ എക്സാമിന്റെ യോഗ്യതകളെ കുറിച്ചൊക്കെ പറയുന്നത്. ഇനി കഴിഞ്ഞ വർഷം നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം എങ്ങനെയാണ് എന്നുള്ള കാര്യം. പണ്ടത്തിന്റെ കൂട്ട് പ്രിലിംസ് ഒന്നുമില്ല. എക്സാമുകൾ എങ്ങനെയാണ്, സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ വിജ്ഞാപനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ വിജ്ഞാപനവും എവിടെ തന്നെയാണ്? ഈ
ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ തന്നെയാണ്. അപ്പോൾ കാറ്റഗറി നമ്പർ 472/2024 എന്താണ്? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഡ്രൈവറാണ്. ആരാണ്? ഡ്രൈവർ ട്രെയിനിയാണ് അടുത്ത കാറ്റഗറി നമ്പർ, അടുത്ത വിജ്ഞാപനമായിട്ട് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാവരും കണ്ടായിരുന്നു, കഴിഞ്ഞ 2 ആഴ്ച മുന്നേ സിവിൽ പോലീസ് ഡ്രൈവർ വിളിച്ചായിരുന്നു അല്ലെ, പോലീസ് ഡ്രൈവർ വിളിച്ചായിരുന്നു. അതേപോലെ തന്നെ ഫയർമാനിലേക്കുള്ള ഡ്രൈവറിനെ പറ്റിയുള്ള ഒരു വിജ്ഞാപനമാണിത്. അപ്പോൾ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രായത്തിന് മാത്രം കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോണം, നോക്കിയോണം. നമ്മൾ പഠിച്ചതിന് ശമ്പളവും മറ്റും നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. 27,900 മുതൽ 63,700 വരെയാണ്. ഇവിടെയും ആന്റിസിപ്പേറ്ററി വേക്കൻസി തന്നെയാണ്. അത് എല്ലാ വർഷവും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്. വേക്കൻസികൾ ഉണ്ടാവും, ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് വേക്കൻസികൾ എന്തായാലും ഉണ്ടാകും. പ്രായം കണ്ടോ, ഇവിടെയും പ്രായം നമ്മൾ സാധാ ഫയർമാൻ പറഞ്ഞ പോലെ തന്നെയാണ്. 18-26 എന്ത് ഇവിടുത്തെയും പ്രായം, അപേക്ഷിക്കാനുള്ള പ്രായം 18-26. ഇനി അടുത്ത നോക്കിയേ, ഇവിടുത്തെ യോഗ്യത ശ്രദ്ധിച്ചോണേ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും എന്ത് മതി? +2 മതി കേട്ടോ. +2 കഴിഞ്ഞ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വേറൊരു യോഗ്യതയും കൂടെ പറയുന്നുണ്ട്. എന്ത് വേണം? ഡ്രൈവറാണ്. ഫയർഫോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വണ്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ലൈസൻസ് വേണം? ഹെവി പാസഞ്ചർ വാഹനങ്ങളോ ഹെവി ഗുഡ്സ് വാഹനങ്ങളോ. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. നിലവിൽ ഹെവി ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപേക്ഷ നൽകാൻ പറ്റത്തില്ല. നിലവിൽ ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അപേക്ഷിക്കാം, വേറൊരാൾക്കും അപേക്ഷിക്കാൻ കഴിയത്തില്ല. അതായത് ഉദ്ദേശിക്കുന്നത് ഹെവി ലൈസൻസ് ഉള്ള ആളായിരിക്കണം. അതിനുശേഷം എന്തുണ്ട്? ഇവിടെയും ഫിസിക്കൽ ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ആ ഫിസിക്കൽ ടെസ്റ്റിന്റെ യോഗ്യതകൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഓർത്തു വെച്ചിരിക്കുക. ഇനിയും കാര്യങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഇനങ്ങളാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ അതേ ഇനങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, 100 മീറ്റർ, ഒരു മാറ്റവും ഇല്ല കേട്ടോ. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും പോലീസ് ഡ്രൈവറിന്റെയും ഫയർമാന്റെയും ഫയർമാൻ ഡ്രൈവറിന്റെയും ബീറ്റ് ഫോറസ്റ്റിന്റെയും സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും എല്ലാത്തിന്റെയും ഫിസിക്കൽ ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫിസിക്കൽ ടെസ്റ്റിന് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായിരിക്കും? നിങ്ങൾ ഹെവി ലൈസൻസ് ഉള്ള ആളായതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു ടെസ്റ്റ്, ടി ടെസ്റ്റും അതേപോലെ റോഡ് ടെസ്റ്റും പാസ് ആകണം എന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അതിൽ ഉള്ളത്. പ്രായം ശ്രദ്ധിച്ചോണം, 18-26. നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ആർക്കൊക്കെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സും OBC-ക്കാർക്ക് 3 വയസ്സും എന്തുണ്ട്? ഇളവുണ്ട്, പ്രായത്തിൽ ഇളവുണ്ട്. അപ്പോൾ ആ ഒരു ആൾക്കാർക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ്. ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. സിലബസ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെയും ഈ പറഞ്ഞ നമ്മുടെ ഡ്രൈവറിന്റെ നമ്മുടെ പോലീസിന്റെ ഡ്രൈവറിന്റെ ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം, അതേ സിലബസ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്സിൽ കുറച്ച് മാറ്റം ഉണ്ടായിരിക്കാം, ആ ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവസാന തീയതി, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നിങ്ങൾ ഓർത്തോണം. രണ്ടിനും ഇതെല്ലാം ഒരുമിച്ച് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. 15/1/2025 അല്ലെ, 2025 അടുത്ത മാസം ജനുവരി 15 തീയതിയാണ് അവസാന ഡേറ്റ്. അത്രയൊന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട, അതിനു മുന്നേ എന്ത് ചെയ്യുക? അപേക്ഷ നൽകുകയാണ് ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ സൈറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നിങ്ങളുടെ സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രൊഫൈലിൽ കയറി അപേക്ഷ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 2 നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ വിജ്ഞാപനമാണ് നമ്മൾ നോക്കുന്നത്. അതും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ തന്നെയാണ്. നമ്മളിപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇനി ആർക്ക് വേണ്ടിയാണ്? വുമൻസിന് വേണ്ടിയുള്ള കാറ്റഗറി നമ്പറാണ് അത് പറയുന്നത്. 477/2024 ആർക്കാണ്? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വനിതകൾക്ക് വേണ്ടി, വുമൻസിന് വേണ്ടിയുള്ള ഓഫീസറാണ്. മലപ്പുറം ജില്ലയാണ്. നമുക്കറിയാം പുരുഷന്മാർക്ക് സ്റ്റേറ്റ് വൈഡ് ആണ്, പക്ഷേ വനിതകൾക്ക് ഡിസ്ട്രിക്ട് ബേസ് ആണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് വിളിച്ചിരിക്കുന്നത്. വേക്കൻസി 1 പറഞ്ഞിരിക്കുന്നത്. അതിനി കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് അത് കൂടുകയാണ് ചെയ്യുന്നത്. പ്രായം 18-നും 26 വയസ്സിനും ഇടയിലായിരിക്കണം. അതിന് മാറ്റമൊന്നുമില്ല. 18-26. ജനറൽ കാറ്റഗറിക്കാണ്. SC/ST കാറ്റഗറിക്ക് 5 വയസ്സും OBC കാറ്റഗറിക്ക് 3 വയസ്സും ഇളവ് ലഭ്യമാണ്. ഇവിടുത്തെ ഉയരം നോക്കിക്കോണേ. ഉയരം 152 സെന്റിമീറ്റർ ആർക്കുണ്ടായിരിക്കണം? വനിതകൾക്ക് ഉയരം ഉണ്ടായിരിക്കണം. 152 സെന്റിമീറ്റർ ഉയരമുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് 150 സെന്റിമീറ്റർ ആണ് ഇവിടെ പറയുന്നത്. അടുത്തത് നീന്തലിൽ എന്തുണ്ടായിരിക്കണം? അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഫയർഫോഴ്സിനകത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എന്തിൽ അറിവുണ്ടായിരിക്കണം? നീന്തലിൽ അറിവുണ്ടായിരിക്കണം എന്ന കാര്യം മറന്നു പോകരുത്. ഇനി നമുക്ക് ഫിസിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ശാരീരിക ക്ഷമത
ടെസ്റ്റിന് അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ് സമയം ലഭ്യമാണ്. ഹൈ ജമ്പ് ഉണ്ട്, 106 സെന്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് 3.305 ആണ്, അതായത് 3.5 മീറ്റർ ആണ്, 3 മീറ്റർ ആണ്. അടുത്ത ഷോർട്ട് പുട്ട് ആണ്. ഷോർട്ട് പുട്ട് 488 സെന്റിമീറ്റർ ആണ്. 200 മീറ്റർ ഓട്ടം ഉണ്ട്. പിന്നെ ഇവർക്ക് നമുക്ക് പുരുഷന്മാർക്ക് 1500 മീറ്റർ ആണെങ്കിൽ ഇവിടെ 200 മീറ്റർ 36 സെക്കൻഡിൽ അടുത്ത ഇവന്റ് ആണ്. പിന്നെ ത്രോയിങ് ദ ബോൾ ആണ്. ത്രോയിങ് ദി ബോൾ 14 മീറ്റർ എറിഞ്ഞു കളയണം. അത് ഷട്ടിൽ റേസ് 26 സെക്കൻഡ് ആണ്. പിന്നെ സ്കിപ്പിംഗ് 80 തവണയാണ് കേട്ടോ. അത് 80 തവണ മിനിറ്റിലാണ്, 1 മിനിറ്റിൽ 80 എണ്ണം എടുക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വുമൻസിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം നിങ്ങൾ. അപ്പോൾ ഡേറ്റ്, അവസാനത്തെ ഡേറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഒരുമിച്ചിറങ്ങിയ നോട്ടിഫിക്കേഷനാണ് ഇവയെല്ലാം. അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് തന്നെ എൻ്റെ അവസാനം ഡേറ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വിവരം എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ അനിയന്മാരിലേക്കും നിങ്ങൾ പഠിക്കുന്ന കോളേജിലെ കുട്ടികൾക്കും അവർക്കെല്ലാം ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും അപേക്ഷ നൽകുക. ഇതിനകത്തിൽ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ്, അതേപോലെ ഫയർമാൻ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ടോപ്പിക്സും നമ്മുടെ ചാനലിലൂടെ ലേൺ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളെല്ലാവരും ഈ ചാനലിൽ കയറി ഈ വീഡിയോകൾ കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, മുന്നോട്ട് പോവുക. ഈ പരീക്ഷ നിങ്ങൾ എഴുതി ഫയർമാൻ എന്ന തസ്തികയിലേക്ക് നിങ്ങളുടെ നിയമനം നേടുക എന്നതാണ് നമ്മുടെ ഇനിയുള്ള ലക്ഷ്യമായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വെക്കേണ്ടത്. എല്ലാവർക്കും ആശംസകൾ. നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക.